ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. 27-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു കൂട്ടം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ആ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ. ഇന്ന് പകൽ നാം ചിന്തിക്കണം, അവർ ആ ഒരു പദം അവിടെ ഉപയോഗിക്കാനുണ്ടായിരുന്ന കാരണമെന്ന് പറയുന്നത്, ഒരു പ്രത്യേക സമയം മുതൽ, ഒരു പ്രത്യേക കാലഘട്ടം മുതൽ ഇപ്പോൾ വരെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വകയില്ലാത്തതാക്കി തീർക്കുന്ന നിലവാരത്തിലേക്ക് കൊണ്ടെത്തിച്ചേർന്നിരിക്കുന്നതാണ്. അവർ സൂര്യനെ കണ്ടിട്ടും നക്ഷത്രങ്ങളെ കണ്ടിട്ടും ദിവസങ്ങളായി അവർ കടലിൽ കടന്ന് പല ദിക്കുകളിലേക്കും കാറ്റടിക്കുന്നതിനനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ ഉപജീവനത്തിനുള്ളതുപോലും അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ജീവിതത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വേദനിച്ച് കഴിയുന്ന ഒരു കൂട്ടം വ്യക്തിത്വങ്ങളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്ന് മാറി പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. എൻ്റെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഓരോ ദിവസവും ഉണർന്നു വരുമ്പോൾ ജീവിതത്തിൽ ഇന്നലകളിലെ പ്രശ്നങ്ങളല്ല ഇന്നിൻ്റെ പ്രശ്നങ്ങൾ. ഇന്നലകളിലെ പ്രശ്നങ്ങളെക്കാൾ അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ഇന്നിൻ്റെ പ്രശ്നങ്ങളായി മുന്നോട്ട് വരുന്നത്. ഇത് കാരണം നാം നമ്മളെ തന്നെ വിധി എഴുതുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടത്തില്ല. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ വിധി എഴുതിയിരിക്കുന്നത്? പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിങ്ങളുടെ ജീവിതത്തിലും ഒന്ന് മാറി പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിധി എഴുതുകയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശ ഇനി എനിക്ക് വേണ്ട, എൻ്റെ കുടുംബത്തിന് ഇനി അത് വേണ്ട. പ്രിയ സ്നേഹിത, യേശുവിൽ വിശ്വസിക്കുന്നവരെ, ദൈവം നിങ്ങളോട്, ദൈവാത്മാവ് പറയുകയാണ്, രക്ഷപ്പെടുമെന്നുള്ള ആശ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സത്യമാണെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞവൻ നിങ്ങളെ രക്ഷപ്പെടുത്തും. ഒരുപാട് വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുണ്ട്, നിങ്ങളിലുണ്ട്. പക്ഷേ വാഗ്ദത്തങ്ങളൊന്നും നിവർത്തിച്ച് കാണാതെ സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായി നിൽക്കുമ്പോൾ നിങ്ങളെ നോക്കി പറയുകയാണ്, ഇനിയും ഞാൻ രക്ഷപ്പെടത്തില്ല. ഇവിടെയും അത് തന്നെയാണ് പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ സഹോദര, ഈ വ്യക്തിത്വങ്ങളും പറയുന്നത്, ഇനിയും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടുത്തില്ല. പക്ഷേ അവിടെ ദൈവാത്മാവ് നിറഞ്ഞ പൗലോസ് അവരോട് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ ആരും മരിച്ചു പോകത്തില്ല. നിങ്ങളുടെ ചിന്തകളെല്ലാം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന് നിങ്ങൾ ചിന്തിച്ച നിങ്ങളുടെ ചിന്തകൾക്കെല്ലാം വിപരീതമായി ചില അത്ഭുതങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണും. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയർ, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. ഇന്നലകളിലെ സാഹചര്യങ്ങൾ വേദനിപ്പിക്കുന്നതായിരുന്നിരിക്കാം. ഇന്നലകളിലും ഇന്നിൻ്റെ നിമിഷങ്ങളിലും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വേദനിപ്പിക്കുന്നതായിരിക്കാം. പക്ഷേ നാളുകളുടെ നിളകളിൽ, അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വ്യത്യസ്ത അനുഭവമാണ്. നിങ്ങൾ ഇത്രയും കാലം ചിന്തിച്ച, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിരാശയുടെ അനുഭവത്തെ എന്നേക്കുമായി മാറ്റി എഴുതുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് എൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി കാരണം
പല ആവർത്തികൾ നിങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. ജീവിതം ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുത്തി കളയാമെന്ന് പോലും നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് തീരാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽ പ്രിയ സഹോദരി, പ്രിയ സഹോദര, നിങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇന്നിൻ്റെ വേദനകൾ നാളുകളുടെ മധുരിപ്പിക്കുന്ന ഓർമ്മകളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ദൈവാത്മാവ് പറയുന്നത്, എനിക്ക് അസാധ്യമായത് ഒന്നുമില്ല, എനിക്ക് സകലതും സാധ്യമത്രേ. ഇന്ന് പകൽ വിശ്വസിക്കപ്രിയ, ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ ദിവസങ്ങളെല്ലാം മാറുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ നിങ്ങളെക്കുറിച്ച് കർത്താവ് നിർണയിച്ചിരിക്കുന്ന നിർണയങ്ങൾ ഇന്നവയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളെ എന്ത് ചെയ്യുന്നതല്ല, തകർത്ത് കളയുന്നതല്ല, നിങ്ങളെ പണിതെടുക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ കഷ്ടതയുടെ തീച്ചൂളകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. പക്ഷേ അവിടെയും ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ വഴി നടത്തുമെന്ന് മറക്കരുത്. നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കും. പ്രിയ സ്നേഹിത, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ദൈവം മാനിക്കും. നിങ്ങളുടെ ജോലിയെ ദൈവം മാനിക്കും. ഈ ദിവസങ്ങളിൽ പുതിയ ജോലികൾ നിങ്ങളെ തേടി വരും. ദൈവം അതിനുള്ള വഴികൾ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തരാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലടയില്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, സ്നേഹവാനാം ദൈവമേ, കർത്താവേ, ഈ അനുഗ്രഹീതമേറിയ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതർ അവർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീറുന്ന വേദനകളിലൂടെ, മറ്റാരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിച്ച് വരും ദിവസങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ നടത്തണമേ. അവരിപ്പോൾ പ്രത്യാശിക്കുന്നത്, ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും അവർക്കിനിയും രക്ഷപ്പെടാനുള്ള ആശയില്ലെന്ന്, ഇനി അവരുടെ കുടുംബത്തിൽ അവരിനി രക്ഷപ്പെടത്തില്ലെന്ന്, ഇനി അവരുടെ സമൂഹത്തിൽ അവർ രക്ഷപ്പെടത്തില്ലെന്ന്, ഇനി അവരുടെ സമൂഹം പോലും അവരെ രക്ഷപ്പെടാൻ കഴിയാത്തവരെന്ന് വിധി എഴുതി മാറ്റി നിർത്തുമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഇതിനെയെല്ലാം മാറ്റി എഴുതി ഒരു പുലരിയുണ്ട്, രക്ഷപ്പെട്ടു എന്ന പറയുന്നൊരു പുലരി അവരെ കാത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു കരക്കെടുപ്പിക്കുന്ന ദൈവ സാന്നിധ്യം അവരോട് കൂടെ സഞ്ചരിക്കുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂകളും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി സാധ്യതകളും അന്വേഷിച്ച് പോയി വേദനിച്ച് ഭവനത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനിയും അവർക്കൊരു രക്ഷയുണ്ടാകുകയില്ലെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് രക്ഷ നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി അവിടുന്ന് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ലൊരു ജോലിയെ നൽകി കൊടുത്ത സമൂഹത്തിൽ വരും ദിവസങ്ങളിൽ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ, രോഗത്തിലൂടെയും മറ്റിതര പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ഒരു നിമിഷം മരണത്തെ ആഗ്രഹിച്ചു കഴിയുന്ന ഒരു കൂട്ടം വ്യക്തികൾ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, അവർക്കൊരു ഹോപ്പ് കൊടുക്കണം. അവരുടെ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഒരു ഉയർച്ചയുടെ ദിവസങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുക, രക്ഷപ്പെടത്തില്ല എന്നുള്ള ആ ചിന്തയൊക്കെ അങ്ങ് മാറട്ടെ. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ മാറും. നിങ്ങൾ സമൂഹത്തിൽ മാനിക്കപ്പെടും.
നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിങ്ങൾ മാനിക്കപ്പെടും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ദൈവത്തിലും